ആ സച്ചൂട്ടാ അച്ഛൻ വന്നു. അമ്മേ അച്ഛൻ വന്നു. അച്ഛാ മോളെ ഇത് മോൾക്ക്. ഹായ് സച്ചൂട്ടാ, വാ ദേ അച്ഛൻ ടോയ് കൊണ്ടുവന്നിട്ടുണ്ട്. വാ സച്ചൂട്ടാ. മോനെന്താ അവിടെ തന്നെ നിന്നളഞ്ഞേ? ഇങ്ങ് വന്നേ. എടോ വാടോ, നീ എന്തിനാ അമ്മയെ നോക്കുന്നേ? ഇത് സച്ചൂട്ടൻ. വാ സച്ചൂട്ടാ, നമുക്ക് പോയി കളിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കുറച്ച് ഡ്രസ്സാണ്. സൈസ് പാകാവൂന്ന് അറിയില്ല. വച്ചോ, പറ്റിയില്ലെങ്കിൽ വേറെ വാങ്ങിക്കാം. ശരി. വസുദേ, ഇവിടെ എങ്ങനെ എല്ലാം ഇഷ്ടമായോ? കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്റെ മോളെ ഇതുവരെ ഇത്ര സന്തോഷത്തിൽ കണ്ടിട്ടില്ല. രണ്ടാളും നല്ല സന്തോഷത്തിലാ. പിന്നെ നാൻസി ഇവർക്ക് നല്ല കൂട്ടാ. ഇപ്പൊ പള്ളിയിൽ പോയിരിക്കുക. ഒരുപാട് പ്രാവശ്യം വിളിച്ചതാ, പോകണ്ടെന്ന് പറയുകയും ചെയ്തു. അറിയാത്ത സ്ഥലമല്ലേ, ഞങ്ങളാരെങ്കിലും തിരിച്ചറിഞ്ഞാലോ? അതേതായാലും നന്നായി. അതൊക്കെ പോട്ടെ, എന്താ തന്റെ ഭാവി പരിപാടികൾ? ഇവിടെ തന്നെ കൂടാനാണോ? ഞാൻ നാൻസിയോട് പറഞ്ഞായിരുന്നു, എന്തേലും ഒരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ. അത് നാൻസി പറഞ്ഞിരുന്നു. എടോ, ഇയാൾക്ക് ജോലിയില്ലെങ്കിലും ഒരു കുറവുണ്ടാവില്ല ഇവിടെ. പിന്നെ ജോലി ഇല്ലാതെ ഇയാൾക്ക് പറ്റില്ലെന്നാണെങ്കിൽ ഇവിടെ തന്നെ നോക്കാം. ഈ ഹോം സ്റ്റേ എന്റെയും സോജന്റെയും പാർട്ണർഷിപ്പിലാ. ഒരു 50 ഏക്കറോളം ഉണ്ട് ഈ സ്ഥലം. പിന്നെ അല്പസ്വല്പം കൃഷിയുണ്ട്, കാപ്പിയും കൊടിയും ഏലവും ഒക്കെ. ഇവിടെ കണക്ക് നോക്കാൻ പറ്റും. നാൻസിക്കൊരു സഹായിയെ വേണം. ഇയാൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് നോക്ക്. തന്നെ നാൻസി ഹെൽപ്പ് ചെയ്യും. മാസത്തിൽ മാന്യമായൊരു വേതനം അങ്ങ് തന്നേക്കാം. എന്താ പോരെ? പിന്നെ ഇവിടെ ആകുമ്പോ അങ്ങനെ പരിചയക്കാർ വരാൻ സാധ്യതയില്ല. വല്ലപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ തോട്ടത്തിലെ പണിക്കാരും. അവർക്ക് പിന്നെ ഇവിടെ വരുന്നത് ആരാന്ന് അറിയ പോലുമില്ല. ഇപ്പൊ എനിക്ക് മറ്റൊന്നും മനസ്സിലില്ല. കുട്ടികളെ പഠിപ്പിക്കണം. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ടെന്ന് നാൻസി പറഞ്ഞു. നമുക്ക് അവിടെ ചേർക്കാം കുട്ടികളെ. ഇവരെ പഠിക്കാൻ വിട്ടാ പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കും. ആ സമയത്ത് എന്റെ ജോലി നോക്കാം. മോളെ കാണാതെ അമ്മയോട് അന്വേഷിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അങ്ങോട്ട് വരികയും വേണ്ട. ഇപ്പോ അച്ഛനെയും വേണ്ട, അച്ഛമ്മയും വേണ്ട. അവൾക്ക് കിട്ടിയ അമ്മയെ മാത്രം മതി. നാൻസി എത്താൻ വൈകോ? ഇന്ന് സൺഡേ അല്ലേ, വേഗം വരാന്ന് പറഞ്ഞാ പോയത്. സാറ് വരുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞാ പോയത്. ഒരു അപേക്ഷയുണ്ട്. എന്നോടോ? എന്താ സാർ? ഇനിയെങ്കിലും താൻ സാറ് വിളിക്കുന്നത് ഒന്ന് നിർത്താവോ? എടോ, അത് ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ടാ. അത് പിന്നെ ആദ്യം തന്നെ അങ്ങനെ വിളിച്ചതല്ലേ സാർ? ദേ പിന്നെ സാറ്. അമ്മേ, ഇത് കണ്ടോ? അച്ഛൻ കൊണ്ടുവന്ന ടോയ് എങ്ങനുണ്ട്? എനിക്കും സച്ചൂട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. മക്കള് കളിച്ചോട്ടോ. അങ്കിൾ എനിക്കും വാങ്ങി അമ്മേ. മോന് ഇഷ്ടായോ അത്? ഒരുപാട് ഇഷ്ടായി. അമ്മ നോക്കിയേ, നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. ഇനി വരുമ്പോ വേറെന്തെങ്കിലും കൊണ്ടുവേണം അങ്കിളെ. ഉറപ്പായും കൊണ്ടുവരും. വാസിച്ചൂട്ടാ, നമുക്ക് കളിക്കാം.
വാങ്ങിക്കേണ്ടിയിരുന്നില്ല. മോനിതൊന്നും ശീലമില്ലാത്തതല്ലേ. അവനും പതുക്കെ ഇതൊക്കെ ശീലമാവട്ടെ, കുഞ്ഞല്ലേ. കളിക്കേണ്ട പ്രായത്തിൽ കളിച്ച് തന്നെ വളരണം. ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച കുഞ്ഞല്ലേ അവനും. ഇന്ന് നാളെ എന്ന് പറഞ്ഞേ ദിവസങ്ങളങ്ങ് കടന്നു പോവാ. എന്ന് പറഞ്ഞ ആളെ കിട്ടാ ഞാനെന്ത് ചെയ്യാന്? നീ വിചാരിച്ചിട്ട് പലതും നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒന്നും നടക്കാത്ത അവസ്ഥയാണല്ലോ. നടക്കായികൊന്നുമല്ല, പക്ഷേ അതിനുള്ള ക്ഷമ നിങ്ങൾക്കും കൂടെ വേണമല്ലോ. ഇതിലപ്പുറം ക്ഷമിച്ചു കാത്തു നിൽക്കാനുള്ള സമയം നമുക്ക് മുന്നിലില്ല. വക്കീല് കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതെ, ഇതാണ് കറക്റ്റ് സമയം. ഇത്രയും കാലം ഇതൊക്കെ ആരും അറിയാത്തോണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വർഷത്തോളം ഇതെല്ലാവരും അറിഞ്ഞിട്ട് ഇതുവരെ ഉള്ളതുപോലെ അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. പിന്നെ എന്തിനാണ്? ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്, ചെമ്പകം. അവർക്കായിരുന്നു സൂക്കേട് മുഴുവൻ. ഓഹരി എത്രയാണെന്ന് അറിയാതെ അവർക്ക് ഉറക്കമില്ലായിരുന്നു. അങ്ങനെ വക്കീലിനെ കണ്ട് വിൽപ്പത്രം എടുപ്പിച്ചപ്പോഴാ ഈ കഥകളൊക്കെ അറിയുന്നത്. പിന്നെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവൾ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നല്ലോ. അപ്പൊ തന്നെ അവളെ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയതാ. അപ്പോഴാ അറിയുന്ന അവൾ ഒരു വർഷം മുമ്പ് മരിച്ചു പോയിരുന്നു. പിന്നെയുള്ളത് ഒരു പീക്കിരി ചെക്കൻ മാത്രം. അത് പിന്നെ ഞങ്ങൾ മനഃപൂർവ്വം കണ്ടില്ല എന്ന് വെച്ച് തിരിച്ചു പോയതാണ്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ സ്വത്ത്. പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് തല്ല് പിടിക്കുന്നേ? ഞാനൊക്കെ തന്തയ്ക്ക് കാശുണ്ടായിട്ടും തെണ്ടിയാ വളർന്നേ. നിങ്ങൾക്കൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ, പിന്നെ എന്തിനാണ്? അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മകൻ പിണങ്ങിപ്പോയതിന്റെ പശ്ചാത്താപം ഉണ്ടാവും. ഞങ്ങളുടെ അച്ഛൻ ഉള്ളതിന്റെ ഭൂരിഭാഗവും ആ പെങ്കൊച്ചിന്റെ തന്തയുടെ പേരിൽ എഴുതി വെച്ചത്. അവനങ്ങനെ പോയെന്ന് വെച്ചേ നമുക്ക് സമാധാനിക്കാനൊന്നും പറ്റില്ല. അവന്റെ മകളും അതിന്റെ കുഞ്ഞും ബാക്കിയാണ്. അപ്പോ അവളെയും കുഞ്ഞിനെ അങ്ങ് ശരിയാക്കാൻ കരുതിയല്ലേ? അതൊരു തെറ്റല്ലല്ലോ. നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം അല്ലല്ലോ. ആർത്തി മൂത്തുള്ള യുദ്ധമല്ലേ? എന്തു തന്നെയാലും തനിക്ക് കാര്യം മനസ്സിലായല്ലോ. അത് മതി. എങ്ങനെയെങ്കിലും അവളുടെ ഒപ്പുകൂടി സംഘടിപ്പിക്കാൻ നോക്കും. അതിന് ആദ്യം അവളെ എങ്ങോട്ട് മാഞ്ഞുവെന്നറിയണ്ടേ? അതിപ്പോ ഒരുപാട് അന്വേഷിക്കണമെന്നൊന്നുമില്ല. ആ ഗിരിക്ക് കൃത്യമായിട്ടറിയാം. 2 ദിവസമായിട്ട് നമ്മുടെ പിള്ളേർ അവന്റെ പിറകെ തന്നെയുണ്ട്. മകളെ കാണാതായതിന്റെ ഒരു വിഷമവും അവന്റെ മുഖത്തില്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കാനൊന്നുമില്ല. അവനുകൂടി അറിഞ്ഞിട്ട് അവളെ പോയിരിക്കുന്നേ. അവനെ ഒന്ന് ശ്രദ്ധിച്ചാ നമുക്ക് അവളെ കണ്ടെത്താൻ കഴിയും. നാളെ ഞാൻ തന്നെ ഇറങ്ങുന്നുണ്ട്. പലയിടത്തും തിരയുന്നതിന് പകരം അവനെ മാത്രം ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്. ഒറ്റ മോളല്ലേ, അതിനെ കാണാതായ തന്ത ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. താനൊന്ന് മനസ്സ് വെച്ചാ മതി, നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താം. ഇനിയിപ്പോ എന്റെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം. കാര്യം നടന്നാൽ പറഞ്ഞ തുക അണ പൈസ കുറയാതെ കയ്യിലെത്തും. അത് മാത്രം ഓർത്താ മതി. ആയിരിക്കെ അത് നടക്കില്ല അങ്കിൾ. അവൻ തന്നെയാ. അവൻ ഇന്നലെ അവിടെ പോയിരുന്നു അങ്കിൾ. ഡയമണ്ട് ടീമിന്റെ ഓഫീസ് തന്നെയാ കയറി ചെന്നത്. അവിടെ വെച്ച് വലിയ സംസാരം ഉണ്ടായി. കസ്റ്റമറിന്റെ വീട്ടിലും പോയെന്നാണ് അറിഞ്ഞത്. എന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? ഇത്രയും സമയം ഞാൻ സൈറ്റിൽ കാത്തിരുന്നു, പക്ഷെ അവിടെ എങ്ങും ആരും വന്നില്ല. ഒടുവിൽ ഓഫീസിൽ വിളിച്ചപ്പോഴാ കസ്റ്റമേഴ്സ് പിൻവാങ്ങിയെന്ന കാര്യം അറിഞ്ഞത്. പക്ഷേ
നമ്മൾ ആ വിവരം വളരെ രഹസ്യമായി വെച്ചതാണല്ലോ. അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷേ ഇതിനിടയിൽ മറ്റെന്തോ കളി നടന്നിട്ടുണ്ടെങ്കിൽ. അല്ലാതെ കൃത്യസമയത്ത് അവനെങ്ങനെ വിവരം അറിഞ്ഞു? നാട് മുഴുവൻ ബന്ധങ്ങളുള്ള അവന് ഈ ഒരു വിവരം അറിയാനാണോ ബുദ്ധിമുട്ട്? എങ്ങനെ? ഇതൊന്നും നാട് മുഴുവൻ അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. ആരും അറിയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചല്ലേ ഈ ഡീൽ മുന്നോട്ട് കൊണ്ടുപോയത്. മനഃപൂർവ്വം ആരോ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. നമുക്കൊന്നും മനസ്സിലാവില്ലെന്നാണ് അവരുടെ വിചാരം. ഇങ്ങനെ പോയാൽ നമ്മുടെ ബിസിനസിന്റെ അവസ്ഥ എന്താവും? ആരോ നമ്മുടെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തു വയ്ക്കുന്നുണ്ട്. അതെനിക്ക് ഇപ്പൊ ഉറപ്പായി. അതിപ്പോ കൂടെ വന്ന് ചതിക്കാൻ മാത്രം ആരാ ഇവിടെ? കൂടെ നിൽക്കുന്നവർ തന്നെയല്ലെങ്കിൽ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. താനെന്താ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? ഈ ഒരു ഡീലിനെ കുറിച്ച് അറിയാവുന്നത് എനിക്കും അങ്കിളിനും തനിക്കും മാത്രം. ഇതെങ്ങനെ പുറത്തുപോയി? അത് ഞാനെങ്ങനെ അറിയാനാ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തവരാരും സമ്മതിച്ചെന്ന ചരിത്രമില്ല. കൈയോടെ പിടിച്ചാൽ പോലെ എതിർത്ത് നിൽക്കും. ഏത് അനന്തരവനാണെങ്കിലും മാന്യമായിട്ട് സംസാരിക്കണം. ഇന്നലെ വരെ ഞാൻ എന്റെ പേരിൽ നടത്തിയ കമ്പനിയായത്. ഇന്ന് അതല്ലല്ലോ അവസ്ഥ. അതിന്റെ പക എന്തായാലും തന്റെ ഉള്ളിൽ കാണും. ഒരവസരം കാത്തുനിന്ന് താനത് കൃത്യമായി ഉപയോഗിച്ചു. അത്ര തന്നെ. നീ എന്താടാ പറഞ്ഞേ? നിർത്താനാ പറഞ്ഞത്. നിർത്താൻ. ദീപു നിന്നോട് പറഞ്ഞു നിർത്താൻ. പല പ്രാവശ്യം ശ്രദ്ധിക്കുക. പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം സനീഷ് കാണിക്കില്ല. അത് കയ്യിലിരിപ്പായി കൊണ്ടു നടക്കുന്നവർക്ക് അങ്ങനെ പലതും തോന്നും. അനാവശ്യം പറയരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? സനീഷേ, താഴ്ന്ന് പുറത്തേക്ക് പോയേ. വെറുതെ ആളുകൾ കൊണ്ട് പറയിപ്പിക്കരുത്. അത് ആ ചെല്ല്. മാറിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരുടെ മുമ്പിൽ വരെ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കാര്യം പറ. ഞാൻ പുതിയതായൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യം അമ്മയ്ക്ക് അറിയാലോ. കുറച്ച് ഫണ്ടിന്റെ പ്രശ്നമുണ്ട്. അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്റെ കയ്യിൽ എവിടുന്നാ പൈസ? അത് കാശായിട്ടൊന്നും വേണ്ടമേ. തൽക്കാലം വീടിന്റെ ആധാരവും തന്നാ മതി. ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചോളാം. അയ്യോ, എന്തൊക്കെയാ നീ പറയുന്നേ? അതും വീടിന്റെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കാന്നോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. വീട് പണയപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ആ വിലാസിനി ചേച്ചിയുടെ കാര്യം നിനക്കറിയാലോ. അവരുടെ മോൻ ആധാരം കൊണ്ട് ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടേ ഇപ്പൊ വീട് ജപ്തിയാ. അങ്ങനൊന്നും സംഭവിക്കില്ലമ്മേ. കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ മതിയല്ലോ. അതൊന്നും വേണ്ട. നിന്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് ഇഷ്ടംപോലെ പണമുണ്ടല്ലോ. തൽക്കാലം അവരോടൊന്ന് തരാൻ പറ. ദേ, അവള് നോക്കുന്ന കണ്ടില്ലേ? പോയി ചോദിക്കടാ. എന്റെ വീട്ടിലെ പണം കണ്ട് ആരും പനിക്കണ്ട. 10 പൈസ കിട്ടുമെന്ന് കരുതേം വേണ്ട. ബിസിനസ് തുടങ്ങേണ്ടവര് സ്വന്തമായിട്ട് പണം കണ്ടെത്തിക്കോണം. നീ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെയാ? നിനക്കും കൂടെ വേണ്ടിയാണ് അവൻ ബിസിനസ് ചെയ്യുന്നത്. ഇനി ഒരു ബിസിനസ് കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ലമ്മേ.
അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്റെ മോൻ? വീട്ടിൽ കുറച്ച് സ്വത്തുണ്ടെന്നുള്ള അഹങ്കാര. ഡീ, നിന്റെ വീട്ടിലുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് സ്വത്ത് ഇപ്പൊ വസുതയ്ക്കുണ്ടെന്ന് നിനക്കറിയാമോ? അവളെ ഇപ്പോഴെന്റെ മോന്റെ ഭാര്യ. ആഹാ, എങ്കിൽ ഓടി ചെന്നിട്ടേ ഒരു ചാക്ക് നിറച്ചിങ്ങോട്ട് തരാൻ പറ. ചോദിക്കേണ്ട താമസം. അമ്മ എന്തിനാ എവിടോടൊക്കെ പറയാനും ചോദിക്കാനും പോകുന്നേ? ഓ, ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞതാ കുറ്റം അല്ലേ? കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. അമ്മയോട് ഞാൻ ആധാരമല്ലേ ചോദിച്ചേ. അത് തരാൻ പറ്റുമോ ഇല്ലയോ? അമ്മയെ തിരിച്ചടവ് ഞാൻ അടച്ചോളാം. അത് മാത്രം ചോദിക്കരുത്. എന്ത് പറഞ്ഞാലും വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടുള്ള ഒരു പണിയും വേണ്ട. എടാ, നീ ഇവളോട് ചോദിക്കേ. കോടീശ്വരി അല്ലേ നിന്റെ ഭാര്യ? ആരോട് വേണമെങ്കിലും ചോദിച്ചോ. എന്റെ വീട്ടുകാരുടെയും കയ്യിൽ നിന്ന് 10 രൂപ പോലും കിട്ടുമെന്ന് ആരും കരുതണ്ട. കണ്ടോ ഇവളുടെ പുച്ഛം കണ്ടോ? ഇവള് ജീവിക്കുന്നത് ഈ വീട്ടിലാണെന്നുള്ളത് മറന്നുകൊണ്ടുള്ള ഇവളുടെ സംസാരം കണ്ടോ? അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ പണം ആർക്ക് വേണം? കൊണ്ടുപോയി പുഴുങ്ങി തിന്നടി. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പണ്ടൊരു കുറുക്കൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ കുറുക്കനാണെന്നാണോ നീ പറയുന്നത്? ഞാനെങ്ങനെയൊന്നും പറഞ്ഞില്ല, ഒരു ഉപമ പറഞ്ഞല്ലേ. ഇനി അമ്മയ്ക്ക് അങ്ങനെ തോന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അമ്മയുടെ പഴയ മരുമകൾക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നല്ലേ പറഞ്ഞത്. ചെന്ന് ചോദിച്ചു നോക്ക്, ചെലപ്പോ പകുതി എഴുതി തന്നാലോ. അവളിപ്പോഴും എന്റെ മരുമകള് തന്നെയാ, എന്റെ മകന്റെ ഭാര്യയും. അതും മറക്കണ്ട. ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെയും തുള്ളിയ ചട്ടിയോളം. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് നീയും മറക്കണ്ട. വേണ്ടവര് കഴിച്ചാ മതി. ഹലോ, ആ ഗിരിയാണ്. ആ, അതെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഗിരിയെ ആശ്രയിച്ച് ഇനി എത്ര നാൾ വസുധയും മക്കളും മുന്നോട്ടു പോകും? കാര്യം നടത്താൻ പറ്റുമെങ്കിൽ ഇന്ന് നടക്കും. ഇല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ ഞാൻ അവസാനിപ്പിച്ച് എന്റേതായ വഴിക്ക് ശ്രമിക്കും. പ്രസന്നനും സുധാകരനും വേണ്ടി മാനവ് ഇനി എന്ത് ക്രൂരതയാണ് വസുധയ്ക്കെതിരെ പ്രവർത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? സ്വന്തമായ ഒരു കമ്പനി എന്ന സ്വപ്നം സഫലമാക്കാനായുള്ള ശ്രമത്തിൽ അമ്മയും ഭാര്യയും കൈവിടുമ്പോൾ സനീഷിന് തുണയാകുന്നത് ആരാവും? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ. പെട്ടെന്നൊരു കുടുംബത്തിലേക്ക് ഒരാൾ കയറി വരും. എന്നിട്ട് അയാൾ ആ കുടുംബത്തിൻ്റെ അംഗമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്വത്തിൻ്റെയൊക്കെ അവകാശി ഒരാൾ കൂടിയാനാണ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു കോംപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ മാനവ് ഈ കുടുംബത്തിലെ ആളാണോ, അതോ മറ്റാരെങ്കിലും കാശ് കൊടുത്ത് കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതാണോ? നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യണേ.